ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. ഷോർട്ട് സ്ട്രാഡിൽ എന്നാണ് ഈ ഓപ്ഷൻ സ്ട്രാറ്റജിയുടെ പേര്. ഈ സ്ട്രാറ്റജിയിൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുകൂടി ഞാൻ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്, ബിഗിനേഴ്സ് ചെയ്യണമെന്നില്ല. എന്തായാലും ഓപ്ഷനും ഫ്യൂച്ചറും ഒക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനുള്ള നല്ല മെത്തേഡ് തന്നെയാണ് ഓപ്ഷനും ഫ്യൂച്ചറും. പലർക്കും ഹ്യൂജ് ലോസ് വരുന്നത് നെയ്ക്കഡ് സെല്ല് അല്ലെങ്കിൽ നെയ്ക്കഡ് ബൈ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് ഹെഡ്ജ് ചെയ്യാതെ ചെയ്യുന്നതുകൊണ്ടാണ് പലർക്കും വലിയ ലോസുകൾ വരുന്നത്. ഒരുപാട് പേരെ എനിക്ക് അങ്ങനെ അറിയാം. നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകരുത്. നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ കുറവാണെങ്കിൽ ആ ക്യാപിറ്റൽ ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ. അങ്ങനെ ക്യാപിറ്റൽ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ല രീതിയിൽ ഇത് ചെയ്യുക. ഇന്നത്തെ സ്ട്രാറ്റജി കുറച്ച് ക്യാഷ് ആവശ്യമുള്ള ഒരു സ്ട്രാറ്റജിയാണ്. കുറച്ച് ക്യാഷ് കുറഞ്ഞ സ്ട്രാറ്റജി ഉണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി വിശദീകരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്ട്രാറ്റജി കൂടി ഉണ്ട്. നമുക്ക് അടുത്ത് തന്നെ ആ വീഡിയോ ചെയ്യാം. ഞാൻ ഓപ്ഷൻ്റെ ഒക്കെ സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റുകൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ്റെ സ്ട്രാറ്റജിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ലേറ്റായി പോകുന്നത്. ഇതിൻ്റെ കൂടെ സിലബസിൽ ഇല്ലാത്ത ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്കെല്ലാം ലോകാത്ഭുതങ്ങളും അല്ലെങ്കിൽ ലോകത്ത് നമുക്ക് അറിയില്ലാത്ത അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കാണാനും കേൾക്കാനും ഒക്കെ വളരെ ഇഷ്ടമായിരിക്കും അല്ലേ? എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചാനൽ എൻ്റെ സുഹൃത്ത് നടത്തുന്നുണ്ട്. ബാബ്സ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ബാബർ ഭായ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ബാബർ മാളിയേക്കൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് ഞാൻ പറയാൻ കാരണം, ഒന്ന് നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ്. നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും നല്ല രസമുള്ള വീഡിയോസ് ഉണ്ട് അതിൽ. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ വീഡിയോസ് ഓരോന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ട് എൻ്റെ കമൻ്റ് എല്ലാം കാണാം അതിൻ്റെ താഴെ. നമ്മുടെ സുഹൃത്താണ്. അതുകൂടാതെ തന്നെ നല്ല ഇൻഫോർമേഷനാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം ഷെയർ മാർക്കറ്റിൽ ഉള്ളയാളാണ്, നന്നായിട്ട് ഓപ്ഷൻ ചെയ്യുന്നയാളാണ്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ്റെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ചാനലിൽ കൂടെ ഇടണം എന്ന്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കുറവായതുകൊണ്ട് അദ്ദേഹം അത് ഇട്ടിട്ടില്ല. എന്തായാലും നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പുതിയൊരു ഇൻഫോർമേഷനും കാര്യങ്ങളും ഒക്കെ ആ ചാനലിൽ നമുക്ക് കിട്ടിയാലോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഇന്ന് വിശദീകരിക്കുന്നത് ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ലോങ് സ്ട്രാഡിൽ പറഞ്ഞായിരുന്നു അല്ലേ? അതിൽ വിന്നിങ് ചാൻസ് കുറവാണ്. വയലൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നിഫ്റ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന എന്താണോ സ്റ്റോക്കിലായിക്കോട്ടെ ഇൻഡെക്സിലായിക്കോട്ടെ അതിൽ ഉണ്ടായാൽ മാത്രമേ അതിൽ പ്രോഫിറ്റ് കിട്ടൂ ലോങ് സ്ട്രാഡിൽ. പക്ഷേ സേഫാണ്, അൺലിമിറ്റഡ് ലോസ് ഇല്ല. എന്നാൽ ലോസിനുള്ള ചാൻസ് കൂടുതലാണ്, അൺലിമിറ്റഡ് ലോസ് ഉണ്ടാവില്ല. നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ, അതായത് ഷോർട്ട് സ്ട്രാഡിൽ അൺലിമിറ്റഡിനുള്ള ചാൻസ് ഉണ്ട്. റിസ്ക് എടുക്കാതെ നമുക്ക് റിവാർഡ് കിട്ടില്ലല്ലോ. ഷെയർ മാർക്കറ്റ് അങ്ങനെയാണ്. ഷെയർ മാർക്കറ്റിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. അതേപോലെ തന്നെ എത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നോ അത്രയും കൂടുതൽ നമുക്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ റിവാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രാറ്റജിയുടെ പേര്. ഷോർട്ട് സ്ട്രാഡിലാണ്. ലോങ് സ്ട്രാഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത്. ഇത് എങ്ങനെ ചെയ്യാമെന്നും അതിൽ എന്തൊക്കെ റിസ്കുകൾ വരാമെന്നും നമുക്ക് ഇനിയും നോക്കാം. ഇതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ്. സ്ട്രൈക്ക് പ്രൈസ് ചുമ്മാ സെലക്ട് ചെയ്യണോ? അല്ല. സ്ട്രൈക്ക് പ്രൈസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലും പുട്ട് സൈഡിലും വളരെ കൂടുതൽ കണ്ടാൽ ആ സാധനമാണ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് അനുയോജ്യമായത്. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് പ്രൈസ് എന്താണെന്ന് അറിയാമല്ലോ. ഓപ്ഷൻ ചെയിൻ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ് കാണിക്കുന്നത്. നമുക്ക് സ്റ്റോക്കിലും ഒക്കെ ഈ ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. ആസ്ട്ര ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന വെബ്സൈറ്റിലാണ് ഞാനിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാം. ഇമെയിൽ ID കൊടുത്ത് ഒരു പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഓപ്ഷൻ സ്ട്രാറ്റജീസ് നമുക്ക് അതിൽ പരീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബാബ്സ് വേൾഡ് എന്ന ലിങ്കിന് താഴെ ആസ്ട്ര ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചെറുതായിട്ട് ഞാനൊന്ന് വിശദീകരിക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊന്ന് വിശദീകരിക്കാം. അതിൻ്റെ ആവശ്യമുള്ളൂ. നോ ഇഷ്യൂ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഓരോ സ്ട്രാറ്റജികളും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രാറ്റജി ബിൽഡർ എന്നുള്ള ഓപ്ഷനും അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഈ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട്. PR സുന്ദർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള
ഓപ്ഷൻ സെല്ലറിൻ്റെ യൂട്യൂബ് ചാനലാണ്. ഒരു പക്ഷേ നിങ്ങൾ പലരും ആ ചാനൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ സ്ഥിരമായിട്ട് ആ ചാനൽ കാണുന്നതാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ സ്ട്രൈക്ക് പ്രൈസ് ഏതാണെന്നുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഈ വീഡിയോ ചെയ്യുന്നത് 13-ാം തീയതിയാണ്, ശനിയാഴ്ച. 13-ാം തീയതി ശനിയാഴ്ചയാണ്. ഇതിന് പുറകിൽ 12-ാം തീയതി 11-ാം തീയതി ഒക്കെ അദ്ദേഹം വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ PR സുന്ദർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോസ് കണ്ടു നോക്കുക. അപ്പം മനസ്സിലാകും. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന ഇതിൽ ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഷോർട്ട് സ്ട്രാഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ട വീഡിയോയിലാണെന്ന് തോന്നുന്നു 10 ലക്ഷം രൂപ അദ്ദേഹം പ്രോഫിറ്റ് എടുത്തത്. ഓക്കെ, നമുക്കത് വേണ്ട, നമ്മൾ ഓരോ ലോട്ട് ചെയ്യുന്നു, അദ്ദേഹം 1000 ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കത്രയും വേണ്ട. എന്നാലും ഞാൻ പറഞ്ഞതാണ്, ആ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പം ഇനിയും അതുപോലുള്ള ഇൻഫോർമേഷൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അദ്ദേഹം പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നുള്ളത്. ഇതും ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാണ് കണ്ടത്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം തീർച്ചയായിട്ടും ഓപ്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തിൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ഇൻഫോർമേഷൻസ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പം നമ്മളൊരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, ഇതൊന്നും നോക്കാതെ നമ്മൾ ഈ ഷോർട്ട് സ്ട്രാഡിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഒരു സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യണം, അല്ലേ? അങ്ങനെ നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ പറ്റും? അതായത് നമ്മൾ ഒന്നും അറിയുന്നില്ല, ഓപ്പൺ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ഷോർട്ട് സ്ട്രാഡിൽ ചെയ്യണം. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോഴുള്ള പ്രൈസ്, കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഏതോ അതിനോട് തൊട്ടടുത്ത അറ്റ് ദ മണിയിൽ ഉള്ള പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഷോർട്ട് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇത് പ്യുവർലി സെല്ലിംഗ് ആണ്. ഇവിടെ ബൈയിങ് നടക്കുന്നില്ല, ഇത് പ്യുവർലി സെല്ലിംഗ് ആണ്. ഒരേ സ്ട്രൈക്ക് പ്രൈസിലുള്ള സാധനം, ഒരേ സ്ട്രൈക്ക് പ്രൈസിലുള്ള കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുകയാണ് ഈ ഷോർട്ട് സ്ട്രാഡിൽ എന്ന സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ പ്രൈസ് എത്രയാണ്? ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 15,163. 15,163 ഇതാണ് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ്. ഇതിന് സ്പോട്ട് എന്നാണ് കേട്ടോ പറയുക. അതായത് ഫ്യൂച്ചറിലെ പ്രൈസ് അല്ല, സ്പോട്ടിലെ പ്രൈസ് ആണ്. നിഫ്റ്റി നമ്മൾ സാധാരണ കാണില്ലേ, നിഫ്റ്റി 50 എന്നൊക്കെ നമുക്ക് സെർച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമില്ലേ, അതിൻ്റെ പ്രൈസാണ്. അതായത് നിഫ്റ്റിയുടെ പ്രൈസാണ്. നിഫ്റ്റിയിലെ 5 ഇൻഡെക്സിൻ്റെ ആവറേജിൻ്റെ ആ സംഭവം, നിഫ്റ്റിയിലെ 50 സ്റ്റോക്സിൻ്റെ ആവറേജിൻ്റെ ആ സംഭവം അതാണ്. അതായത് നിഫ്റ്റി നമ്മൾ സാധാരണ കാണുന്ന നിഫ്റ്റി സെൻസെക്സ് ആ വാല്യൂ ആണ് ഇത്. ഇതിന് സ്പോട്ട് പ്രൈസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സ്പോട്ട് എന്നാണ് പറയുക. അപ്പോൾ ഈ വാല്യൂ എത്രയാണ് എന്ന് നോക്കാം. 15,163 ഇനി നമ്മൾ നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസിലേക്ക് പോകാം. നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസ് എങ്ങനെയാണ് മാറുന്നത്? 50 പോയിന്റ് വിട്ടാണ്, അല്ലേ? അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ 100 പോയിന്റ് വ്യത്യാസത്തിൽ. അപ്പോൾ നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസ് 15,000 ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, 15,050 ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, 15,100 ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, 15,150 ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, 15,200 ഒരു സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്. അപ്പം ഈ സ്പോട്ടിൻ്റെ ഏറ്റവും അടുത്ത് ഉള്ള സ്ട്രൈക്ക് പ്രൈസ് നോക്കുക. അതേതായിരിക്കും? രണ്ടെണ്ണം ഉണ്ടല്ലേ. ഒന്ന് 15,150, രണ്ട് 15,200. അപ്പോൾ ഈ 15,200 ആണോ 15,150 ആണോ 15,163 ഏറ്റവും അടുത്തുള്ളത്? തീർച്ചയായിട്ടും 15,150 ആണ്. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തു. ഇത് 15,150 ആണ് നമ്മുടെ ഏതാണ് സ്ട്രൈക്ക് പ്രൈസ്. ഓക്കെ, സ്പോർട്സ് പ്രൈസ് അതുപോലെ തന്നെ സ്ട്രൈക്ക് പ്രൈസ് ഇത് മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്തത് 15,150 ആണ്. എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? ഇതിനോട് ഏറ്റവും അടുത്താണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത്. പിന്നെ ഉള്ളത് 15,200 ആണ്, അത് കുറച്ച് ദൂരത്തിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഇതെപ്പോഴും നമുക്ക് ചെയ്യാൻ എളുപ്പം എന്നാന്ന് വെച്ചാൽ ഈ സ്പോട്ട് പ്രൈസും ഈ സ്ട്രൈക്ക് പ്രൈസും ഒന്നാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് ലൈവ് ട്രേഡിങ്ങിലാണ് നമ്മൾ കാണുക. ഈ ഒന്നാകുന്ന അവസ്ഥയിൽ സെലക്ട് ചെയ്യണത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയ എന്ന്, അത് മിക്കവാറും ഈ ഏരിയയിലായിരിക്കും. നോക്കുക, എന്തായാലും
ഓപ്ഷൻ ചെയിൻ നോക്കുക, നോക്കിയിട്ട് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഷോർട്ട് സ്ട്രാഡിലും ഒക്കെ സ്മാർട്ട് മണി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടേക്കാം ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ ഓപ്ഷൻ സൈഡിലും അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സൈഡിലും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മനസ്സിലാക്കാം ഷോർട്ട് സ്ട്രാഡിൽ എന്ന് പറയുന്ന മെത്തേഡ് സ്മാർട്ട് മണി അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കും ആ കൂടെ ഒരു ലോട്ടിലൊക്കെ നമുക്കും കയറി ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് കിട്ടുന്ന സംഭവം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ടാണ് 200 പോയിന്റിൻ്റെ വ്യത്യാസം ഉണ്ടായത്. അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, 200 പോയിന്റ് വ്യത്യാസം ഒറ്റ ദിവസം കൊണ്ടാണ് ഉണ്ടായത്. അപ്പം ഒരുപാട് ലോട്ട് ചെയ്യുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പം നിഫ്റ്റിയിലൊക്കെ 200 പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ 200 പോയിന്റ് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലാണ്, നിഫ്റ്റിയിൽ അത്രയും വ്യത്യാസമില്ല. അപ്പം ബാങ്ക് നിഫ്റ്റി 200 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 രൂപയാണ്. 100 പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 × 100, 25ആണ് ലോട്ട് സൈസ്. 25 × 100 2500ആണ്. 100 പോയിന്റ് 5000 രൂപയാണ്. ഒരു ലോട്ട് ചെയ്യുന്നവന് ഒറ്റ ദിവസം കൊണ്ട് പിറ്റേ ദിവസം കിട്ടുന്ന പൈസയാണിത്. പിന്നെ അടുത്ത ദിവസവും 100 പോയിന്റ് വ്യത്യാസമുണ്ടായി എന്ന് നമ്മുടെ PR സുന്ദറിൻ്റെ ചാനൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഇത് ചെയ്തതാണ്. അപ്പം ഞാൻ ചെയ്യാത്ത ആളാണ്, എന്നാലും ഈ ഒരു സംഭവം ഞാൻ പേപ്പർ ട്രേഡ് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് റിസ്ക് ഫാക്ടറൊക്കെ കണ്ടു. അത് ആ വീഡിയോയിലൊന്നും പറയുന്നില്ല, ആ സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? 15,150ൻ്റെ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഇത് സെല്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സെല്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രീമിയം നോക്കണ്ടേ? എത്രയാണ് ഇതിൻ്റെ പ്രീമിയം? പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം 117 ആണ്. കോൾ ഓപ്ഷൻ്റെ പ്രീമിയം 128 ആണ്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന പ്രീമിയത്തിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക. ഇതെന്താണ് ഇങ്ങനെ വ്യത്യാസം വന്നത്? പുട്ട് ഓപ്ഷൻ്റെ 117, കോൾ ഓപ്ഷൻ്റെ 128. ഇങ്ങനെ വ്യത്യാസം വന്നതെന്താണ്? നമ്മൾ ഒരേ സ്ട്രൈക്ക് പ്രൈസ് അല്ലേ സെലക്ട് ചെയ്ത്, പക്ഷേ ഇതെന്താണ് വ്യത്യാസം വന്നത്? ഈ പ്രീമിയം മാറുന്നത് സ്ട്രൈക്ക് പ്രൈസ് അനുസരിച്ച് മാത്രമല്ല, സ്പോട്ട് പ്രൈസും കൂടെ അനുസരിച്ചിട്ടാണ്. സ്പോട്ട് എത്രയാണ്? 15,163, സ്ട്രൈക്ക് 15,150. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഡിഫറൻസ് നമുക്ക് ഇവിടെ എഴുതാം അല്ലേ? ഇവിടെ എഴുതാം. ഡിഫറൻസ് എത്രയാണ്? 63,50, അതായത് 13 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. 13 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. ഇതിൽ കുറഞ്ഞു നിൽക്കുന്ന പ്രീമിയം ഇതാണ് 117. 117 പ്ലസ് 13 എത്രയാണ്? 130. ഇത് പ്ലസ് ഇത് ഞാനിവിടെ എഴുതുന്നില്ല, 130ആണ്. ഈ 130ഉം 128ഉം അടുത്തടുത്ത പ്രൈസുകളാണ്, കണ്ടോ? അപ്പോൾ ആ വ്യത്യാസമാണ് ഈ പ്രീമിയം തമ്മിലുള്ള ഈ വ്യത്യാസത്തിൽ വരുന്നത്. അല്ലെങ്കിൽ 128ൽ നിന്ന് 117 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമോ അത്രയും. ഇപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 12 പോയിന്റ് ആയിരിക്കും കിട്ടുക അല്ലേ? 128ൽ നിന്ന് 117 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നോക്കാം. 117 11 പോയിന്റാണ് കിട്ടുക. ഇവിടെ ഏകദേശ വ്യത്യാസം 13ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങൾ ലാസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസ് തമ്മിലുണ്ടാകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രീമിയത്തിലും വ്യത്യാസം വന്നത്. അപ്പോൾ ഞാൻ ആ കൂട്ടിയ സംഭവങ്ങളൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് കേട്ടോ, കാരണം നമുക്ക് ബോർഡ് തികയുന്നില്ല, അതുകൊണ്ട് അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണ്? ടോട്ടൽ പ്രീമിയം നമ്മൾ എത്ര കളക്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്തു കേട്ടോ, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എത്ര പ്രീമിയം ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്തണം. 128, 117, 4ആണല്ലേ, 245. അപ്പോൾ 245 പോയിന്റാണ് നമ്മൾ പ്രീമിയമായിട്ട് ഇവിടെ കളക്ട് ചെയ്തത്. ഇനി നമുക്ക് റിസ്കിനുള്ള സാധ്യത, അതിനു മുമ്പ് ഇതെങ്ങനെ പ്രോഫിറ്റിലേക്ക് വരാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ചെയ്തു. 11,163 പ്രൈസ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഇന്ന് ഇത് ചെയ്ത്. ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ, ഇന്ന് വെയിറ്റ് ചെയ്തില്ല എന്ന് വിചാരിച്ചോ? ഇന്നിനിപ്പോൾ വെയിറ്റ് ചെയ്തില്ല, എന്നാൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയാണ് ഇത് ചെയ്തതെന്ന് വെച്ചോ. എന്നിട്ട് പ്രൈസ് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഹെഡ്ജഡ് പൊസിഷനാണ്. അപ്പോൾ ഇതിലും പ്രീമിയം മാറ്റമൊക്കെ എങ്ങനെ വന്നു. പിന്നെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ഈ നിഫ്റ്റിയുടെ പ്രൈസ് വീണ്ടും 15,163 വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഒരു 4 പോയിന്റ് 5 പോയിന്റ് അല്ലെങ്കിൽ 6 പോയിന്റ് ആ റേഞ്ചിൽ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. സമയം മാറുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റിലേക്ക്
കൂടുതൽ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 245 പോയിന്റ് ക്യാച്ച് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മളിവിടെ ചെയ്തു വെച്ചത്. അപ്പോൾ എത്രയൊക്കെ പ്രാവശ്യം ഇത് ഈ പ്രൈസിൻ്റെ അടുത്തേക്ക് വന്നു പോയി ഇങ്ങനെ മാറുന്നോ, സമയം പോകുന്തോറും ഈ 245 ടോട്ടൽ പ്രീമിയം കുറഞ്ഞു വരും. അപ്പം സെല്ലേഴ്സിന് എന്താണ് പ്രീമിയം കുറയണം. അതാണല്ലോ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എക്സ്പയറി ഡേറ്റിന് ഈ 15,163 ഇത് വന്നാൽ, എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ പ്രീമിയം കുറഞ്ഞ് ഏതാണ്ട് 0 ആകില്ല. കാരണം 15,150 ഡിഫറൻസ് 13 പോയിൻ്റാണ്. ഒരെണ്ണം 13 പോയിന്റിലായിരിക്കും, ഒരെണ്ണം 0-യിലും ആയിരിക്കും. എക്സ്പയറിയുടെ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് ടൈം നോക്കണ്ട, അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് എക്സിറ്റ് ആക്കാം. എപ്പോഴാണോ ഈ എക്സ്പയറി ഡേറ്റിന് ഈ 15,163 എന്ന് പറയുന്ന ഈ ലെവലിൻ്റെ അടുത്തേക്കൊക്കെ ഇത് വരുന്നത്, നിഫ്റ്റി വരുന്നത്, ആ സമയത്ത് ഇതിൽ വളരെ ചെറിയ പ്രീമിയം, ടോട്ടൽ പ്രീമിയം വളരെ ചെറുതേ ഉണ്ടാവുള്ളൂ. മേ ബി അതൊരു 35 പോയിന്റ് അല്ലെങ്കിൽ 45 പോയിന്റ് 50 അത്രേ ഉണ്ടാവുള്ളൂ. ബാക്കി 10-200 പോയിന്റ് നമുക്ക് ലാഭമാണ്. അപ്പോൾ നിഫ്റ്റിയിൽ ഈ 200 പോയിന്റ് എന്ന് പറയുന്നത് 200 × 75 15,000 രൂപയാണ്. 15,000 രൂപ നമുക്ക് പ്രോഫിറ്റാണ്. അതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. അപ്പോൾ ഇനി എക്സ്പയറി ഡേറ്റ് വരെ നോക്കണ്ട. നമ്മളിപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ ഈ സ്ഥലത്തേക്ക് വന്നു. ഇപ്പോൾ 15,000-15,000 നിഫ്റ്റി പോയി. അത് കഴിഞ്ഞ് തിരിച്ച് നാളെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ചിലപ്പോൾ നമുക്കൊരു 20-30 പോയിൻ്റൊക്കെ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത്, നമുക്ക് അധികം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് എക്സിറ്റായി പോവുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ മാറിപ്പോവുക എന്നുള്ളതാണ്. പലരും ചിന്തിക്കുന്നത് ഇതിന് എത്രത്തോളം നമുക്ക് ക്യാഷ് വേണമെന്നല്ലേ. ഇതിന് ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വരും. നമ്മൾ ഹെഡ്ജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയിലൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വരും. അപ്പം നമ്മൾ പിന്നെ ഇത് മാനേജ് ചെയ്യാൻ പോകണമെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെയും ക്യാഷ് വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ സംഭവങ്ങൾ അറിഞ്ഞിരിക്കുക. ചെയ്യണമെന്നല്ല, ബിഗിനേഴ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. പേപ്പർ ട്രേഡ് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക. എന്നിട്ട് ഇത് റിസ്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നും കൂടി നോക്കുക. അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട. PR സുന്ദർ പോലെയുള്ള ആളുകളുടെയൊക്കെ ചാനലിൽ അദ്ദേഹം തന്നെ പറയും. അദ്ദേഹം ബാങ്ക് നിഫ്റ്റിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 36,000 അവിടെ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അടിപൊളിയായിട്ട് പുള്ളി പ്രോഫിറ്റും ബുക്ക് ചെയ്ത് പുള്ളി ഇറങ്ങിപ്പോകും. നേരത്തെ പറഞ്ഞു കേട്ടോ, നേരത്തെ പറഞ്ഞിട്ടാണ് പുള്ളി അത് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഇത് മനസ്സിലാക്കിയിരിക്കുക. ട്രേഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. കാരണം ഈ സ്മാർട്ട് മണി എല്ലാം ചെയ്യുന്ന ഇതിലാണ്. അല്ലാതെ അവർ നമ്മളെപ്പോലെ കുറച്ച് സ്റ്റോക്ക് മേടിച്ച് വെച്ച് അത് പ്രോഫിറ്റ് ആകുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സ്മാർട്ട് മണി മൊത്തം ഈ ഒരു പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായല്ലോ. ഈ പ്രൈസിലേക്ക് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ട് വന്നാലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഇനി ഈ പ്രൈസ് അല്ല, ഇതിൻ്റെ ഏകദേശം അടുത്ത 25 പോയിന്റ് 30 പോയിന്റ് 50 പോയിന്റ് ഒക്കെ അടുത്ത വ്യത്യാസത്തിൽ വന്നാലും ഒക്കെ നമ്മൾ പ്രോഫിറ്റിൽ ആയിരിക്കും. ടൈം പോകുന്തോറും നമ്മുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഭയങ്കരമായിട്ടൊരു ക്രാഷ് ഉണ്ടായാൽ, ഭയങ്കരമായിട്ടൊരു ഉയർച്ച ഉണ്ടായാൽ നമ്മൾ ലോസിലേക്ക് പോകും. ഇനി ആ പോയിന്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും. അതായത് നമ്മൾ ലോസിലേക്ക് പോകാൻ സാധ്യതയുള്ള മുകളിലുള്ള പോയിന്റും താഴെയുള്ള പോയിന്റും. ഞാൻ പോയിട്ടൊരു ചായ എല്ലാം കുടിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ വായിച്ചു കളഞ്ഞിട്ടുണ്ട്, കാരണം നമുക്ക് ബോർഡ് വേണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റിനെ കുറിച്ചാണ്. ഈ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലേക്ക് പോകും. അതുകൊണ്ട് ബ്രേക്ക് ഈവൻ. അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഏതൊരു സ്ട്രാറ്റജിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മൾ നഷ്ടത്തിലേക്ക് പോവുക. അതായത് ഈ പോയിന്റിൻ്റെ മുകളിലേക്ക് പോയാലും ഇതിൻ്റെ താഴേക്ക് പോയാലും നമ്മൾ നഷ്ടത്തിലേക്ക് പോകും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള അവസരങ്ങളിലാണ് വീണ്ടും ഹെഡ്ജ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇത് ഒരു ഹെഡ്ജഡ് പൊസിഷനാണ്, പക്ഷേ ഈ ഹെഡ്ജഡ് പൊസിഷനും നമുക്ക് നഷ്ടത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിന് അൺലിമിറ്റഡ് ലോസിന് ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇരിക്കില്ല. അവർ ഇത് പ്രോഫിറ്റിലേക്ക് ആകാനുള്ള പരിപാടികൾ ചെയ്യും. അപ്പോൾ അത് എന്താണെന്നാണ് നോക്കുന്നത്. ഇത് വേറെ ഒരു സ്ട്രാറ്റജിയിലും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതെനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ ഐഡിയ ആണ്. കാരണം നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ട്, നാളെ എന്തെങ്കിലും ഒക്കെ ആയി കഴിഞ്ഞിട്ട് അൺലിമിറ്റഡ് ലോസിന് സാധ്യതയുണ്ട്. നമ്മുടെ മൊത്തം ക്യാപിറ്റലൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രാറ്റജി അങ്ങനെ എല്ലാവരും അങ്ങനെ പറയാത്തത്, അതായത് ചെയ്യണമെന്ന് പറയാത്തത്. പേപ്പർ ട്രേഡും കാര്യങ്ങളും ചെയ്ത് നോക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ചെയ്യുന്ന അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ്.
പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ, എങ്ങാനും ലോസിലേക്ക് പോയാലോ എന്ന് ഓർത്തണം. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെയോ ഒക്കെ പുട്ട് ഓപ്ഷനൊക്കെ കയ്യിലുണ്ടെങ്കിൽ വലിയ പേടിക്കാനൊന്നുമില്ല. വലിയൊരു താഴേക്ക് പോലെ അത് റോക്കറ്റ് പോലെ കയറുമൊന്നുമില്ലല്ലോ, താഴേക്ക് പോകാനാണല്ലോ സാധ്യത കൂടുതൽ. അപ്പോൾ അതൊക്കെയാണ്, അതായത് ഒരു ഓവർനൈറ്റ് റിസ്ക് എന്ന് പറയും, ഓവർനൈറ്റ് റിസ്ക്. ആ ഒരു സാധനം ഇതിലുണ്ട്. ഇത് വേണേൽ ഇൻട്രാഡേയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാലും പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ്, കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും ഈ ടൈം വാല്യൂ കുറയുന്നുണ്ട്, ഉറങ്ങുമ്പോഴും ടൈം വാല്യൂ കുറയുന്നുണ്ട്. അപ്പം നമ്മളവിടെ ഒരു പണം ഇട്ടേക്കുന്നത്, നമ്മൾ ഉറങ്ങുമ്പോഴും ഈ പണം നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബ്രേക്ക് ഈവനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതും കൂടെ പറഞ്ഞിട്ട് പോകാം. ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഇന്നാൾ ഒരു ഓപ്ഷൻ വീഡിയോ ചെയ്തപ്പോഴാണ്, താൻ എന്ത് തേങ്ങയാണോ പറയുന്നത്, എനിക്കൊരു കുന്തോ മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. അതായത് ഈ ഓപ്ഷൻ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, ബിഗിനേഴ്സ് കുറേ പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് മനസ്സിലാവില്ല, അതങ്ങനെയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2 പ്ലേലിസ്റ്റുകളുണ്ട്. ഒന്ന് ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ്, 2 വർഷം മുമ്പ് ചെയ്താണ്, 12 വീഡിയോസ് ഉണ്ട്. പിന്നെ ഈ റീസെൻ്റ്ലി ചെയ്ത വീഡിയോ എല്ലാം കൂട്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഏകദേശം 6 വീഡിയോകളും കാണും. ഇപ്പോൾ ഇതും കൂടെ കൂട്ടി 7 വരും. അപ്പോൾ ഇതിൽ പോയിട്ട് ഇതെല്ലാം കാണണം കേട്ടോ, അല്ല നാളെ എന്നോട് കമൻറ്റിൽ ചോദിക്കരുത് താനൊന്ന് തേങ്ങയാണോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. ഇത് നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് കേട്ടോ ഈ സംഭവം. നമുക്ക് കഷ്ടപ്പെടാൻ നമുക്ക് പൈസ കിട്ടും. വെറുതെ ഇരുന്നിട്ട് ഷെയർ മാർക്കറ്റിൽ ഒരു 10 ലക്ഷം കൊണ്ട് കിട്ടും, പൈസ വേണം നാളെ പൈസ വേണം എന്ന് പറഞ്ഞാൽ കിട്ടും. അത് ഇടേണ്ട പോലെ ഇടണം, നല്ല പൈസ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതല്ലേ പഠിക്കുന്നത്. പഠിച്ചാൽ എന്തായാലും തീർച്ചയായിട്ടും വാല്യൂ ആണ്, ഒരു സംശയമില്ല. ഇനി നേരെ ബ്രേക്ക് ഈവനിലേക്ക്. മഹാന്മാരും മഹതികളും ആ വീഡിയോ കാണാൻ മറക്കണ്ട, കണ്ടെല്ലാം മനസ്സിലാക്കിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നാലാണ്, ഈ വീഡിയോയിലേക്ക് വന്നാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ഏതാ, ഇനിയിപ്പം ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പോകണം. സ്ട്രൈക്ക് പ്രൈസ് ഏതാണ്? 15,150. 15,150 നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ്. ഇതിൻ്റെ മൈനസ് 240. 240 എന്ന് പറയുമ്പോൾ ഇതാണ് 240. അതെന്താണ്? ടോട്ടൽ പ്രീമിയം, പുട്ട് ഓപ്ഷൻ്റെയും കോൾ ഓപ്ഷൻ്റെയും സം, ആകത്തുക. ഇതാണ് 250. മൈനസ് 245 പ്ലസ് 245. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റുകൾ. ഇതിൻ്റെ താഴേക്ക് പോയാലേ നമ്മൾ ലോസ് ആകുള്ളൂ, അല്ലാതെയും ഇതിൻ്റെ താഴേക്ക്, അതായത് എക്സ്പയറി ഡേറ്റിന് മുമ്പ് ഇതിൻ്റെ താഴേക്ക് പോയാലും ലോസ് എല്ലാം കാണിച്ചേക്കാം. പക്ഷേ എക്സ്പയറി ഡേറ്റ് ആകുമ്പോഴത്തേക്കും ടൈം വാല്യൂ ഇടിഞ്ഞിടിഞ്ഞ് ആ ലോസ് നികലും. അപ്പം എക്സ്പയറി ഡേറ്റിന് മുമ്പ് ഇതിൻ്റെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ലോസ് കാണിച്ചേക്കാം, എങ്കിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്ര ലോസ് ഉണ്ടാവില്ല. പക്ഷേ എക്സ്പയറി ഡേറ്റിന് ഇതിന് താഴേക്ക് പോയാൽ ലോസാണ്. നമ്മൾ ഫുൾ കളക്ട് ചെയ്ത് വെച്ച പ്രീമിയം അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോസാണ് നമുക്ക് വരിക. അപ്പോൾ നമ്മൾ ഇത് ഓവർകം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ആ പോയിന്റുകൾ നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം. ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ടുണ്ട്, എന്നെ കൊണ്ടൊന്ന് വലിയത് എഴുതി കൂട്ടാൻ. 15,995. കാൽക്കുലേറ്ററൊക്കെ ഇതിനെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, ചുമ്മാ കഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടി. എക്സ്പയറി ഡേറ്റിന് 15,395 മുകളിലേക്ക് നിഫ്റ്റി പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ലോസ് വരുള്ളൂ. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റിന് 14,905 താഴേക്ക് പോയാൽ നമുക്ക് ലോസ് വരും. പിന്നെ പോകുന്ന എല്ലാം ലോസ് ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പോകുന്ന താഴേക്ക് പോകുന്നതൊക്കെ ലോസ് ആയിരിക്കും. എത്ര പോയിന്റ് താഴേക്ക് പോകുന്നു അത്രയും പോയിന്റ് നമുക്ക് ലോസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഒരെണ്ണം 0 ആകും അല്ലേ. ഇപ്പൊ താഴേക്കാണ് പോകുന്നെങ്കിൽ ഏതാ 0 ആകുക? കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ? സി സെല്ല് ചെയ്തിട്ടുണ്ട്, പി സെല്ല് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് 0 ആകുക? താഴേക്ക് പോയിട്ട് കോൾ ഓപ്ഷൻ 0 ആയി പോകും. പുട്ട് ഓപ്ഷൻ 117 പോയിന്റ് വരെ, പുട്ട് ഓപ്ഷൻ 117 117 പോയിന്റ് വരെ പുട്ട് ഓപ്ഷൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതിൻ്റെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും വരിക. അപ്പോൾ എന്താണ്? ഇത് 0 ആകും. അപ്പോൾ ഇവിടെ ഒരു 128 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 15,190 താഴേക്ക് 117 പോയിന്റ് വരെ പുട്ട് ഓപ്ഷൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ 117 മുകളിൽ പോയാലാണ് നമുക്കത് ലോസ് വരിക അല്ലേ. അങ്ങനെ മുകളിൽ പോകും. അങ്ങനെ മുകളിൽ പോകുമ്പം ഇവിടെ 128 പോയിന്റ് നമ്മൾ കോൾ ഓപ്ഷൻ ഉണ്ട്, ഇത് 0 ആകും. അപ്പോൾ ഈ 128 പോയിന്റ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരു 117 പോയിട്ട് ഒരു 128 പോയിന്റും കൂടെ താഴേക്ക് പോകാം. അപ്പോൾ ഈ പ്രോഫിറ്റും പോയി. 117 ഓൾറെഡി പ്രോഫിറ്റ് പോയി. അതോടെ 128 പ്രോഫിറ്റ്
നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോഫിറ്റും പോകുന്നത് എപ്പോഴാണ്? 14,905 ആ പ്രോഫിറ്റും പോകും. അതിൻ്റെ താഴേക്ക് ഓരോ പോയിന്റ് പോകുന്നതും നമ്മൾ ലോസിലായിരിക്കും. അപ്പോൾ ലോസിലേക്ക് പോകും. അതേ സെയിം സിനാരിയോ ആണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്നത് കോൾ ഓപ്ഷൻ. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഏതാണ് സീറോ ആകുക? മുകളിലേക്ക് പോകുന്നവർ നമ്മുടെ പുട്ട് ഓപ്ഷൻ ഔട്ട് ഓഫ് ദ മണി ആയി വരും അല്ലേ? ഔട്ട് ഓഫ് ദ മണി ആയി അങ്ങനെ പുട്ട് ഓപ്ഷൻ 0 ആകും. അപ്പോൾ പുട്ട് ഓപ്ഷൻ 117 പോയിന്റ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം ഈ 128 വീണ്ടും കയറി, ഇത് ഓൾറെഡി 128 ഉണ്ട്, അത് വീണ്ടും കയറി മുകളിലേക്ക് പോകും. അപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്നതോറും നമുക്ക് ലോസ് ആണ് അല്ലേ? ഈ 128ന്റെ കൂടെ ഒരു 117 കൂടെ കൂട്ടാം, അത്ര മുകളിലേക്ക് പോകാം. അത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും, നമ്മുടെ തടിയെ തട്ടും. ആ പോയിന്റാണിത് 15,395. അപ്പോൾ ഈ രണ്ട് പോയിന്റിനും കൂടെ ബ്രേക്ക് ഈവൻ പോയിന്റ്സ് എന്നാണ് പറയുക കേട്ടോ. 15,395, 14,905. അപ്പോൾ ഇതെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? ഒന്ന് ചിന്തിച്ച് നോക്കി, എങ്ങനെ നമുക്കിത് പ്രൊട്ടക്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ എക്സ്പയറി ഡേ വിട്. എക്സ്പയറി ഡേ ആണ് സൂപ്പർ. ഇനിയിപ്പോൾ എക്സ്പയറി ഡേ വിട്. ഏതെങ്കിലും ഒരു ദിവസം ഈ നമ്മുടെ നിഫ്റ്റി 14,905 ഏതെങ്കിലും ഒരു ദിവസം നിഫ്റ്റി 14,905 നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് പോയ നമ്മൾ ഇനിയിപ്പോൾ പോകുന്ന എല്ലാം ലോസ് ആയിരിക്കും. നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ലാഭത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. ലാഭത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് സെല്ല് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ? ഇത് സെല്ല് ചെയ്യുമ്പോഴത്തേനും താഴേക്ക് പോകുമ്പോൾ നിഫ്റ്റിയുടെ ഓരോ പോയിന്റിനും ഫ്യൂച്ചർ ഓരോ പോയിന്റ് തന്നെ താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇവിടെ ഓൾറെഡി 0 ആയി, പിന്നെ ഒരെണ്ണം ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്, നോ ഇഷ്യൂ. താഴേക്ക് പോകുന്നവർ ഫ്യൂച്ചറിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റേത് ലോസ് ആയിരിക്കും. 1 രൂപ കൂടുതൽ, അതും നിഫ്റ്റി 1 പോയിന്റ് പോകുമ്പോൾ മറ്റേതും 1 പോയിന്റിൽ കൂടുതൽ പോകാൻ പറ്റില്ല. കാരണം ഡെൽറ്റ അറിയാമല്ലോ, ഡെൽറ്റയുടെ മാക്സിമം വാല്യൂ 1 ആണ്, ഒന്നിൻ്റെ മുകളിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. മുകളിലേക്ക് പോയാൽ നമുക്ക് നിഫ്റ്റിയുടെ ഒരു എന്ത് വാങ്ങിയിട്ട് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ ബൈ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകുന്നു. അതായത് 15,395 മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രൈസ് വരുമ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ വാങ്ങിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ലോസ് ഇല്ല, 0 ലോസാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സംഭവം നമ്മുടെ അനുയോജ്യമായ ഡയറക്ഷനിലേക്ക് വന്നാൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടും. വലിയ പ്രോഫിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. നഷ്ടമൊന്നും വരില്ല, ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ടോട്ടൽ പ്രീമിയം 245 245 നമ്മുടെ ടോട്ടൽ പ്രീമിയം ഉണ്ട്. അപ്പോൾ ആ പ്രീമിയം കഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. പക്ഷേ ഇതിനെക്കഴിഞ്ഞ് നല്ലൊരു മെത്തേഡ് ഞാൻ പറയാം. ആ മെത്തേഡ് ഒന്ന് കേട്ട് നോക്കുക. ഞാനേ ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ക്ലാസ് തീർന്നു, വീഡിയോ ഓഫായി പോയി, ക്യാമറ ഓഫായി പോയി. രാവിലെ തൊട്ട് കുളിച്ചൊരുക്കിയിരിക്കുന്നതാണ്. വൈകുന്നേരം 4 മണിയായി, ഇതവരും കഴിഞ്ഞിട്ടില്ല. ടെക്നോളജി മനുഷ്യനെ പരാജയപ്പെടുത്തുക. ക്യാമറ ഓഫായി പണി തന്നു. അപ്പം നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പം ഞാൻ ഇതിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ, കണ്ടുപിടുത്തമൊന്നും അല്ല, ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണ്. എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓൾറെഡി എഴുതി വെച്ചു, ക്ലാസ് കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് പോയതാ. ഓക്കെ, വീണ്ടും തിരിച്ചു വന്ന് നിഫ്റ്റി താഴേക്ക് പോന്നു. നിഫ്റ്റി താഴേക്ക് പോയിട്ട് 15,150 സ്ട്രൈക്ക് പ്രൈസ് ആണ്. താഴേക്ക് പോയി 117 പോയിന്റ് താഴേക്ക് പോകുമ്പോൾ, ഞാൻ ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, 117 പോയിന്റ് താഴേക്ക് പോകുമ്പോൾ ഇത് തന്നെ 15,150 സ്ട്രൈക്ക് പ്രൈസ്, 117 പോയിന്റ് നിഫ്റ്റി താഴേക്ക് പോകുമ്പോൾ 15,033 നിഫ്റ്റിയുടെ പ്രൈസ് അല്ലേ? അതായത് ഈ പുട്ട് ഓപ്ഷൻ ഇങ്ങനെ എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്? പുട്ട് ഓപ്ഷൻ വാല്യൂ കൂടി വരുവാണ്. പക്ഷെ 117 പോയിന്റ് വരെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. അത് കഴിഞ്ഞ് പക്ഷെ കോൾ ഓപ്ഷൻ നമ്മൾ ലാഭത്തിലാണ്. ഇവിടെ കോൾ ഓപ്ഷൻ നമ്മൾ ലാഭത്തിലാണ്, പക്ഷെ പുട്ട് ഓപ്ഷൻ നമ്മൾ ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 117 പോയിന്റ് വരെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അത് എക്സ്പയറി ഡേറ്റിന് 117 ആയിരിക്കും. അവിടെ നമ്മൾ ഓൾറെഡി സെല്ല് ചെയ്തേക്കുന്നത് 117 അതുകൊണ്ട് നമുക്ക് ലോസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ താഴേക്ക് പോകുമ്പോൾ എന്താകും? നമ്മൾ ലോസ് ആകും. ആ സമയത്ത് ഫ്യൂച്ചർ സെല്ല് ചെയ്യാം. ഐഡിയ മനസ്സിലായില്ലേ? 117 പുട്ട് സെല്ല് ചെയ്തിരിക്കുന്നത്. 15,150 നിന്ന് 117 പോയിന്റ് എപ്പോഴാണോ നിഫ്റ്റി താഴെ പോകുന്നത്, അതായത് നിഫ്റ്റി എപ്പോഴാണോ 15,033 വരുന്നത്, ആ സമയത്ത് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നോ ലോസ് ആണ്.
പിന്നെ എത്ര താഴെ പോയാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഈ സാധനം 0 ആകും. അതായത് 128 പോയിന്റ് നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഈ 128 ഫുള്ള് കിട്ടുന്ന എന്നാണ് എക്സ്പയറിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഫുൾ എക്സ്പയറിക്ക് കിട്ടുള്ളൂ. എക്സ്പയറി വരെ കാത്തിരിക്കണം എന്നൊന്നുമില്ല. അതിനുമ്പോൾ നമുക്ക് 128 മൊത്തം വേണ്ട, നമുക്ക് 100 പോയിന്റ് മതിയെങ്കിലോ നമുക്ക് എപ്പോൾ വേണേലും ഇറങ്ങിപ്പോകാം. ഇത് നമുക്ക് പ്രോഫിറ്റിലായിരിക്കും. സംഭവം മനസ്സിലായില്ലേ? ഇനി നമുക്ക് മുകളിലേക്ക് ചിന്തിക്കാം. അപ്പോൾ പഴയ 14,905 ഫ്യൂച്ചർ സെല്ല് ചെയ്യേണ്ട നമ്മൾ 15,033 ഫ്യൂച്ചർ സെല്ല് ചെയ്തു. നേരത്തെ സെല്ല് ചെയ്തു. പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ പ്രശ്നവും കൂടെ പറയാം. വലിയ പ്രോബ്ലം ഒന്നുമില്ല, എന്നാലും അതും കൂടെ പറയാം. ഇനി നിഫ്റ്റി മുകളിലേക്ക് പോവുകയാണെന്ന് വെച്ചോ. അപ്പം നേരത്തെ നമ്മൾ 15,395 മുകളിലേക്ക് പോയാലാണ് ഫ്യൂച്ചർ ബൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് നോക്കുക. മുകളിലേക്ക് പോയാൽ സിയുടെ പ്രൈസ് 128 128 പോയിന്റ് വരെ ഓക്കെയാണ്. നമ്മൾ സെല്ല് ചെയ്ത നമ്മൾ പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഈ സാധനം ഈ കോൾ ഓപ്ഷനും പണി തരാൻ തുടങ്ങും. അപ്പോൾ നിഫ്റ്റിയിൽ 15,150 പ്ലസ് 128 പോയിന്റ് എപ്പോഴാണോ മുകളിലേക്ക് പോകുന്നത്, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ട് വായിച്ചത്. ഓക്കെ, ഇതാണ് 15,278 ആവും. 15,150 പ്ലസ് 128 15,278 ആവും. അപ്പോൾ 15,278 ആകുമ്പോൾ ഒരു ഫ്യൂച്ചർ വാങ്ങിയാൽ ഈ സാധനത്തിൽ ഒരു ലോസും ഉണ്ടാവില്ല. നോ ലോസ് ആണ്. ഈ സാധനത്തിൽ നോ ലോസ് ആണ്. 117 പോയിന്റ് പുട്ട് ഓപ്ഷൻ, അത് 0 ആവുമല്ലോ. അത് ഫുള്ള് നമുക്ക് കിട്ടും. ഇപ്പം കുഴപ്പമില്ലല്ലോ. എങ്ങനെ പോയാലും നമ്മൾ പ്രോഫിറ്റ്. താഴേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, മുകളിലേക്ക് പോയാലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എങ്ങനെ പോയാലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചിന്തിക്കുക, ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. ഇനി വേറെ ഇതിലൊരു കെണി വരുന്നുണ്ട്. വലിയ കെണിയൊന്നുമല്ല, ചെറിയൊരു കെണി വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് നിഫ്റ്റി താഴേക്ക് പോകുന്ന കൂട്ടിക്കോ. നിഫ്റ്റി താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ 15,033 ആയപ്പോൾ ഒരു ഫ്യൂച്ചർ സെല്ല് ചെയ്തു. പക്കാ സേഫ്, നോ ഇഷ്യൂ. അതെങ്ങനെയായാലും നമ്മൾ പ്രോഫിറ്റിൽ. ഇത് ഇവിടെ എത്തി, അല്ല കുറച്ച് താഴേക്ക് പോയിട്ട് ഇവിടെ തിരിച്ചു കയറിയാൽ എന്നാ ചെയ്യും? ഇവിടെ തിരിച്ചു കയറിയാൽ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ടേക്കുക, ആ സാധനം ലോസിൽ പോകില്ലേ? തിരിച്ചു കയറിയാൽ ഫ്യൂച്ചർ സെല്ല് ചെയ്തിട്ട് ലോസിൽ പോകും. അത് നമ്മൾ മാനേജ് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് തിരിച്ചു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് കിട്ടും. ഈ സാധനം ഒക്കെ കിട്ടും. കുറച്ച് കയറിയാൽ ഇതെല്ലാം കിട്ടും. കുറേ കയറിയാലാണ് പണി കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പ്രീമിയം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തിരിച്ചു കയറുകയാണെങ്കിൽ ഈ സ്ഥലത്തെത്തുമ്പം നമ്മൾ ആ ഫ്യൂച്ചർ സ്ക്വയർ ഓഫ് ചെയ്താൽ മതി. പ്രശ്നമൊന്നുമില്ല, അത് സ്ക്വയർ ഓഫ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ സ്ഥലം വേണ്ട, കുറച്ച് മുകളിലേക്ക് കയറുമ്പോഴാണെങ്കിലും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്താൽ മതി. വലിയ പ്രശ്നമൊന്നുമില്ല. ഫ്യൂച്ചർ ഒഴിവാക്കുക. കാരണം നമ്മൾ ഒരു റിസ്ക് വന്നായിരുന്നു, അതിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയാണ് ഫ്യൂച്ചർ സെല്ല് ചെയ്തത്. അത് നമ്മൾ കുറച്ച് മുകളിലേക്ക് വന്നപ്പോഴത്തേന്, അതായത് ഇത് റിക്കവറി ആണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഫ്യൂച്ചർ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. ഇത് പിന്നെ അങ്ങ് അവസാനം വരെ മുകളിലേക്ക് അങ്ങ് കയറുന്നവരെ, അല്ല ഇവിടം വരെയൊക്കെ കയറുന്നവരെ ആ ഫ്യൂച്ചർ ഇട്ടുകൊണ്ടിരുന്ന 8ന്റെ പണി കിട്ടും. അപ്പോൾ ഇതിന് മാനേജ്മെന്റ് എന്ന് പറയും. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊസിഷൻ സൈസിങ്, ഇവിടെ പൊസിഷൻ സൈസിങ് ഒന്നും വരുന്നില്ല, ഇതിന് വേറെ ഒരു പേരുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലുള്ള വലിയ വലിയ പ്ലെയേഴ്സും, ബിഗ് പ്ലെയേഴ്സ്, ബിഗ് മണി എന്നൊക്കെ പറയും, അവർ ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു റിസ്ക് സാധനമുണ്ട് ഇവിടെ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഭയങ്കര സ്മൂത്താണ്. കാരണം ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഫ്യൂച്ചർ സെല്ല് ചെയ്തു, വീണ്ടും താഴേക്ക് പോയി. 1000 പോയിന്റ് പോകട്ടെ, 100 പോയിന്റ് പോകട്ടെ, എത്ര പോയിന്റ് വേണേലും താഴേക്ക് പോകട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. പക്ഷെ താഴേക്ക് പോയിട്ട് ഈ സാധനം വീണ്ടും മുകളിലേക്ക് കയറി, ഈ പോയിന്റിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫ്യൂച്ചർ ലോസിൽ പോകാൻ തുടങ്ങും. അതാണ് അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ട് നമുക്ക് ഇത് പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഞാനും ഇത് കുറച്ചാണ് ചെയ്യുന്നുള്ളൂ. ഞാൻ സാധാരണ ആദ്യത്തെ 3-4 വീഡിയോസിൽ പറഞ്ഞിട്ടില്ലേ, അതേപോലത്തെ സ്ട്രാറ്റജികളാണ് ചെയ്യുന്നത്. ഈ സാധനം എനിക്ക് ചെയ്യണം, പക്ഷേ അൺലിമിറ്റഡ് ലോസ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അതിന് മാത്രമൊന്നും നമ്മുടെ കയ്യിൽ ക്യാപിറ്റലും ഇല്ല, ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ക്യാപിറ്റലില്ല. ഇനിയിപ്പോൾ ഇതിന് എത്ര പൈസ വേണ്ടി വരും? ഇതിന് 5 ലക്ഷത്തിന് മുകളിൽ വേണ്ടി വരും ഏകദേശം. ഞാൻ ആ സ്ട്രാറ്റജി ബിൽഡറിൽ കണ്ടാണ് 5 ലക്ഷത്തിന് മുകളിൽ ഇത് മൊത്തം ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഒരു 2 ലക്ഷം മതി. അപ്പം നമുക്ക് 2 ഹെഡ്ജ് ചെയ്യണം. ഒരു പുട്ടും കോളും ഹെഡ്ജ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സെല്ല് ചെയ്ത് ഹെഡ്ജ് ചെയ്യണമെങ്കിൽ ഓക്കെ ഒരു 2 ലക്ഷം
രൂപ നമുക്ക് മതിയാകും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ഭയങ്കര വലുതായിട്ട് റിട്ടേൺ കിട്ടില്ല, വലിയൊരു റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. റിസ്ക് താഴേക്ക് മുകളിലേക്ക് പോലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടെ ഇതിൽ പറഞ്ഞോട്ടെ, ഈ ഓവർ നൈറ്റ് റിസ്ക് അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, നമ്മൾക്ക് ഇവിടെ രാത്രിയാകുമ്പോൾ അമേരിക്കയിലും അവിടെയെല്ലാം പകലായിരിക്കുമല്ലോ, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. നമ്മളിവിടെ കിടന്ന് ഉറങ്ങുക, ഇവിടെ ഉറങ്ങുമ്പം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, നമ്മുടെ കയ്യിൽ ഈ സാധനമൊക്കെ ഉണ്ട്, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നത്. നാളെ ഗ്ലോബൽ മാർക്കറ്റ് മൊത്തം താഴേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ് ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് താഴേക്ക് പോയി എന്ന് വിചാരിക്കുക. നമ്മുടെ കൊറോണയുടെ സിറ്റുവേഷനിൽ പോയ പോലെ പോയി എന്ന് വിചാരിക്കുക. പെട്ടോ 8ൻ്റെ പണി, നമുക്ക് ആ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. വലിയ ഗ്യാപ്പ് ഡൗണിലായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടു, അവിടെ നമ്മൾ പെട്ടു. ഇതിനാണ് പറയുന്നത് ഓവർ നൈറ്റ് റിസ്ക് എന്ന്. ഇതാണ് ഞാൻ പറഞ്ഞത്, റോക്കറ്റ് പോലെ കയറി പോകാനുള്ള സാധ്യതയില്ല, പക്ഷേ ഇടിഞ്ഞു പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. റെയറാണ്, റെയറസ്റ്റ് റെയർ കേസാണ്. അങ്ങനെയൊന്നും ഇപ്പോൾ കൊറോണ ഇപ്പോൾ എന്നും വരുമോ? ഇല്ല. യുദ്ധം എന്നും വരുമോ? ഇല്ല. എന്നാലും ഈ ഓവർ നൈറ്റ് റിസ്ക് എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു ലോങ് ദൂരെയുള്ള ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഒരു ലോങ് ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് നോക്കുക. അത് ബൈ ചെയ്യുകയാണ് കേട്ടോ, ഈ സ്ട്രാറ്റജി ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം ബൈ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റോക്കുകളിലെ ഫ്യൂച്ചർ സെല്ല് ചെയ്തും വെക്കാം. അത് വെറുതെ നമ്മൾ വെക്കുന്നതാണ്. അതായത് താഴേക്ക് പോകുന്ന ഇത് മതി, താഴേക്ക് പോകുന്ന സ്റ്റോക്ക്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ താഴേക്കും പോയില്ലേ. അപ്പം നമുക്ക് അത്യാവശ്യം ടെക്നിക്കലൊക്കെ നോക്കാൻ അറിയെങ്കിൽ ഓക്കെ, നമുക്ക് താഴേക്കാണ് എന്ന് കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ സെല്ല് ചെയ്ത സാധനങ്ങൾ ഒന്നെങ്കിൽ പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സെല്ല്, ഇങ്ങനത്തെ സാധനമൊക്കെ നമ്മുടെ കയ്യിൽ ഒരു പൊടിക്ക് വേണം, ഒരു മരുന്നിന് വേണം. അതുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം പുട്ട് ഓപ്ഷനൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറാണ് മേടിച്ച് വെച്ചേക്കുന്നത്. നിഫ്റ്റി അങ്ങ് ഇടിഞ്ഞ് ഒരു 7000 പോയിന്റ് ഇടിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും പ്രോഫിറ്റ്? പുട്ട് ഓപ്ഷനാണ് 7000 × 75, അത് ചെറിയ പൈസ കുറയും ടൈം വാല്യൂൻ്റെ, അത് പോട്ടെ. 6500 കൂട്ടിക്കോ, പോരെ, 6500 × 75, അത്രയും നമുക്ക് ലാഭമായിരിക്കും. ഇതിപ്പോൾ ഏതെങ്കിലും സ്റ്റോക്കിലാണെങ്കിലോ ഇങ്ങനെ ഒരു ഇതുണ്ടായ സ്റ്റോക്ക് ഇടിയല്ലേ, എത്ര നല്ലതാണെങ്കിലും ഇടിയും. അപ്പോൾ അതിനും നമുക്ക് ലോട്ട് സൈസ് അനുസരിച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഒരു മരുന്നിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഒരു പുട്ട് കയ്യിൽ വെച്ചേക്ക്, എന്തിൻ്റെയിലൊക്കെ ചുമ്മാ ഒരു പുട്ടോ ഫ്യൂച്ചറോ എന്തെങ്കിലുമൊക്കെ ഒക്കെ നോക്കി, സ്റ്റോക്കിലും ഇതിലൊക്കെ നോക്കി ആവശ്യാനുസരണം ഒരു മരുന്നിന് എടുത്ത് വെച്ചേക്കുക. അത് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റാണ്. എന്നാൽ പിന്നെ നിർത്താം. ഓക്കെ, ഞാനും ടയർഡായി, രാവിലെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സഹായിക്കണം കേട്ടോ, ഭയങ്കര മെനക്കേടാണ്. അപ്പോൾ അടുത്ത സ്ട്രാറ്റജി ആയിട്ട് അടുത്ത ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ആസ്ട്ര ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡർ ഡിഫൈൻ എഡ്ജ് എന്ന് പറയുന്ന ഈ സൈറ്റിലേക്ക് പോവുകയാണ്. ഞാനിത് മറന്നു പോയായിരുന്നു കേട്ടോ, ഈ ഒരു സംഭവങ്ങളെ കാണിച്ചു തരാനായിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ അല്ല, ഓപ്ഷനാണ്. ഓപ്ഷൻ എടുത്തു. എക്സ്പയറി ഡേറ്റ് നമ്മൾ 18 കേട്ടോ നോക്കിയേക്കുന്നത്, 18 ഫെബ്രുവരിയിലാണ് നോക്കിയേക്കുന്നത്. ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് 15,150 അല്ലേ, 150 കോൾ ഓപ്ഷൻ. എത്രയാണ് അതിൻ്റെ പ്രൈസ്? 128. ഓപ്ഷൻ പ്രൈസ് 128 ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തു. ബൈ അല്ല, അത് നമ്മൾ സെല്ലല്ല ചെയ്തേ. അപ്പോൾ നമ്മൾ സെല്ല് ഇവിടെ മാറ്റാൻ പറ്റും കേട്ടോ. ഈ എഡിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടെ നമുക്ക് സെല്ല് എന്ന് മാറ്റിയിട്ട് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 11,150 CE സെല്ല് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് 18 ഫെബ്രുവരിയിൽ തന്നെ 11,150 PE ആഡ് ചെയ്യണം. PE ആഡ് ചെയ്തു. ഇത് നമ്മൾ സെല്ലാണ്. അപ്പം ഇനിയിപ്പോൾ ആഡ് കൊടുക്കാം. കണ്ടില്ലേ, 11,150 CE ആഡ് ചെയ്തു, 11,150 PE ആഡ് ചെയ്തു. ഇപ്പോൾ രണ്ടും സെല്ലാണ്. ഇവിടെ -1 വന്നേക്കുന്നുണ്ടോ, സെല്ലിൻ്റെയാണ്. പ്രീമിയം ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെ കറക്റ്റാണ് സംഭവം. അപ്പോൾ ഇവിടെ ലോസ് അൺലിമിറ്റഡ് കണ്ടോ, നമുക്ക് മാക്സിമം എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക? 18,300 പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 51.73 ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ നോക്കിക്കേ, നമ്മൾ എഴുതിയേക്കുന്ന എക്സാക്റ്റ് അല്ലേ ബ്രേക്ക് ഈവൻ 14,905 താഴേക്ക്, മുകളിലേക്ക് 15,395. അപ്പോൾ ബ്രേക്ക് ഈവനൊക്കെ സുഖമായിട്ട് നമുക്ക് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇതിൽ കിട്ടും, വളരെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ എത്ര പൈസ വേണം ഇത് ചെയ്യാനായിട്ട്? എസ്റ്റിമേറ്റ് ഞാൻ പറഞ്ഞില്ലേ 2 ലക്ഷം മതി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2 ലക്ഷത്തിന് താഴെ മതി. 1,86,970 നമുക്ക് ക്യാഷ് വേണ്ടത് ഇത് ചെയ്യാനായിട്ട്. 2 ലക്ഷമായിട്ട് കൂട്ടിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫ്യൂച്ചർ അല്ല ഇതിൽ ആഡ് ചെയ്യുള്ളൂ, നമ്മൾ പെട്ടുപോയാൽ ഒരു ഫ്യൂച്ചർ ആഡ് ചെയ്യുള്ളൂ അല്ലേ. കുറേ ഫ്യൂച്ചർ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സൈഡിലേക്ക് നമ്മൾ പെട്ടാൽ
നമുക്ക് ലോസിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പ്രൈസിൻ്റെ ആ ഭാഗത്തേക്ക് വന്നാൽ നമ്മൾ ഒരു ഫ്യൂച്ചർ ആഡ് ചെയ്യും. അപ്പോൾ ആ ഫ്യൂച്ചറും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഫ്യൂച്ചർ എക്സ്പയറി ഡേറ്റ് ഇത് തന്നെയാണ്. താഴേക്ക് പോവുകയാണെന്ന് വിചാരിച്ചു, അപ്പോൾ സെല്ലാണ്, അപ്പോൾ ഭയങ്കര പൈസയാവും. ഓക്കെ, എന്തായാലും നമുക്ക് അത് എത്രയാകുമെന്ന് നമുക്ക് നോക്കാം. ആഡ് പൊസിഷൻ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേണ്ടത് പ്രീമിയം ഇവിടെ 1,86,970 തന്നെയാണ് കാണിക്കുന്നത്. കുറച്ചും കൂടെ കൂടുതൽ വേണ്ടേ? കുറച്ചും കൂടെ കൂടുതൽ വേണം. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് 19,200 കാണിക്കുന്നുണ്ട്. കാരണം ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴാണ് ഇത് ആഡ് ചെയ്തത്. അതായത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 15,150 സ്ട്രൈക്ക് പ്രൈസിൻ്റെ അടുത്താണല്ലോ നിഫ്റ്റി നിൽക്കുന്നത്. അന്നേരം ആഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ കുറവ് കാണിക്കുന്നത്. ഇപ്പോൾ 2 ലക്ഷം പോരാ ഇത് ചെയ്യാനായിട്ട്. കാരണം ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുമ്പോഴത്തേനും നമ്മൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് മാറും, അല്ലേ? മാറും. ആ സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു മാർജിൻ അല്ല, ഇതിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ അതിൻ്റെ സംഭവങ്ങൾ കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ സ്ട്രാറ്റജികൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.